കർത്താവ് നമ്മെ സഹായിക്കും. प्रभु हमें सहायता करे. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം लूका के सुसमाचार 21 अध्यायത്തിന്റെ 21वें अध्याय 36 വാക്യം ഒന്ന് വായിച്ചു. 36वें कलम को पढ़े. സ്തോത്രം. സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിനും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. सब आने वाले घटनाओं से बचने और मनुष्य के पुत्र के सामने खड़े होने के योग्य बनने के लिए जागते रहो. സംഭവിപ്പാനുള്ളത് എന്തൊക്കെയാണ് എന്ന ചില കാര്യങ്ങൾ ഞാൻ घटने वाली क्या बातें हैं वो आज आपके सामने मैं बताना चाहूंगा. ഭൂകമ്പത്തിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. भूकंप के बारे में मैंने आपको आने वाले दिनों में बताया था. അടുത്തത് നമുക്ക് ക്ഷാമം, പകർച്ചവ്യാധികൾ ഇത്യാദി കാര്യങ്ങളെ നമുക്ക് अकाल के बारे में भी आने वाले दिनों में बताए थे. നമുക്കറിയാം കോവിഡ് ഒരു മഹാമാരിയായിരുന്നു. हम जानते हैं कोविड भी एक महामारी थी. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത വൈറസ് ഈ മുഴുവൻ ലോകത്തെയും സ്തംഭിപ്പിച്ചു. हम हमारे आंखों से ना देख सके ऐसा वायरस ने पूरे संसार को चौंका दिया था. അന്ന് തൊട്ട് പഠിച്ച കുറച്ച് പുതിയ വാക്കുകളും നമുക്കുണ്ട്. और उन दिनों से हमने पढ़ा हुआ कुछ नए शब्द भी हमारे पास हैं. क्वारंटाइन, അങ്ങനെ പല പല വാക്കുകൾ, പി കിറ്റ്, അങ്ങനെ पीपी किट और ऐसे कई सारे शब्द. കുറച്ച് പുതിയ വാക്കുകളും നമ്മൾ പഠിച്ചു. ऐसे नए नए शब्दों को भी हमने पढ़ लिया. പിന്നെ മങ്കി പോക്സ് എന്നും പറഞ്ഞൊരു സാധനം നമ്മൾ കേൾക്കുന്നുണ്ട്. अब तो मंकी पॉक्स करके भी हम एक बीमारी को सुनते हैं. വിവിധ തരം ഇൻഫ്ലുവൻസകൾ, अलग अलग तरीके के जो वायरस या इन्फ्लुएंजा है. H1N1, H1N1, ഇനി എന്നൊക്കെ 1 വരുമെന്നൊന്നും നമുക്കറിയില്ല. अब कितने और 1 आएंगे पता नहीं. കേരളത്തിലാണെങ്കിൽ നിപ്പയുണ്ട്, ഷിഗല്ലയുണ്ട്, പിന്നെ പല സാധനങ്ങളും ഉണ്ട്. केरला में तो निपा से लेके कई सारे वायरसेस हो गए हैं. തക്കാളിപ്പനി എന്നും പറഞ്ഞൊരു പനി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ऐसी भी कोई बीमारियां हैं. എന്ത് സംഭവം വന്നാലും ഇതെല്ലാം മനുഷ്യരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. और कुछ भी हो जाए ये सारी घटनाएं मनुष्य को भयभीत कर देती हैं. ഏത് കാര്യം വന്നാലും വരുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. कोई भी बात आ जाए तो हम डर जाते हैं और उसके लिए प्रार्थना भी करते हैं. എന്നാൽ ഈ വചനം ഹൃദയത്തിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച്, लेकिन ये वचन हृदय में रखने वाले मनुष्य के बारे में, വരാൻ വേണ്ടി ഒന്നും നോക്കിയിരിക്കരുത്, പ്രാർത്ഥിച്ചോണം. आने वाली बातों को देख कर ना बैठे, उसके लिए प्रार्थना कर लो. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഒഴിവ് കഴിവുകൾ തമ്പുരാൻ നൽകി തരും. और जो प्रार्थना करते हैं उनके लिए टल जाने वाली राह भी परमेश्वर खोल रखता है. ഒരു സമയത്ത് രാജാവായി വാണത് ചിക്കുൻഗുനിയ ആയിരുന്നു. एक जमाना था जब चिकनगुनिया बहुत ज्यादा था. എനിക്കൊന്ന് 2007 അത് ധാരാളം ഉണ്ടായിരുന്നു. 2007 से शायद भरपूरी में आया सबके पास. ഇവിടെ ആലപ്പുഴ ജില്ലയില് ചേർത്തല KSRTC ഡിപ്പോ ഫുള്ളി ബന്ധായി പോയി. आलपुरा में जो KSRTC का जो डिपो था वो तो पूरा ही बंद हो गया. അപ്പോൾ ഇതെല്ലാം ധാരാളം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. और ये सारी बीमारियां बहुत ज्यादातर बढ़ते ही जा रहे हैं. പ്രാർത്ഥിക്കുന്നവരെയൊക്കെ കർത്താവ് സൂക്ഷിക്കും. प्रार्थना करने वाले सबको परमेश्वर संभालेगा. ആർക്കൊക്കെ ആയുസ് ദൈവം തീരുമാനിച്ചു വെച്ചോ അത് പൂർണ്ണമായിട്ടും അവരോടി തീർക്കും. जिन किनों को परमेश्वर ने आयु नियुक्त किया है वो पूर्ण रीत से वो करेगा. മരിച്ചെന്ന് പറഞ്ഞ് ആശുപത്രിക്കാർ തള്ളിക്കളഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. मर गया करके अस्पताल धकेल दे तो भी वहां से उठकर आएगा. അതുകൊണ്ട് ദൈവം തീരുമാനിക്കാതെ നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ്സിന് ഒന്നും സംഭവിക്കില്ല. इसलिए परमेश्वर जब तक निर्णय ना ले ले इस संसार में हमारा जो उम्र है उसमें कोई कमी नहीं होगा. പിന്നെ ക്ഷാമത്തെ കുറിച്ച് പറയുന്നുണ്ട്. फिर अकाल के बारे में कहते हैं. നമുക്ക് ആഹാരം കിട്ടുകയില്ലെന്നും പറഞ്ഞ് വലിയ വിഷമങ്ങളൊന്നും हमें ഉണ്ടാകുന്നില്ല. आहार नहीं मिलेगा ऐसा कोई ज्यादा तकलीफ नहीं होता. ദശലക്ഷക്കണക്കിന് ആൾക്കാർ ആഹാരമില്ലാതെ വിഷമിക്കുന്നുണ്ട്. लेकिन लाखों लोग हैं जो भूख के वजह से तकलीफ में हैं. ആഫ്രിക്കൻ രാജ്യങ്ങൾ അങ്ങനെയാണ്. अफ्रीकन राज्य सब ऐसे ही तो हैं. ഒരു സംഭവം ഞാൻ പറയാം. एक घटना में कहूं, ഒരിക്കല് एक बार ഞങ്ങളുടെ മിഷൻ ഡയറക്ടർ ആഫ്രിക്കയിൽ ഒരു മീറ്റിങ്ങിന് പോയി. हमारा मिशन डायरेक्टर जो था अफ्रीका में एक सभा में गया. അപ്പോൾ അവിടുത്തെ പിള്ളേര് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ
തന്നോട് തന്നെ നിന്ന തോന്നി എന്നാ പറഞ്ഞു. और वहां के बच्चे जो खाना खा रहे हो देख के अपने आप में उसको घृणा हो गई. ഒരു ചിക്കൻ ബിരിയാണിയും ഒരു കോക്കും ഉണ്ടെങ്കിൽ അവർ സംതൃപ്തരാണ്. एक चिकन बिरयानी और कोक उन्हें मिल जाए तो संतुष्ट हो जाते हैं. ഇപ്പൊ ചെന്ന ഗസ്റ്റിനെല്ലാം അവർ ചിക്കൻ ബിരിയാണി കൊടുക്കുന്നുണ്ട്. आने वाले अतिथि सबको चिकन बिरयानी देते हैं, പാസ്റ്റേഴ്സിനും കൊടുക്കുന്നുണ്ട്. पास्टर को भी देते हैं, പക്ഷെ അവരുടെ പിള്ളേര് പുറത്തുണ്ട്. लेकिन उनके बच्चे बाहर हैं, അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. उनको नहीं दे पाते हैं. അപ്പൊ ഞങ്ങളുടെ ഡയറക്ടർ നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. तो हमारे डायरेक्टर ने देखा तो एक बात देखी, ഇവര് കഴിച്ചിട്ട് വെച്ച പുറത്തു കൊണ്ടുപോയിട്ട എല്ലും കഷ്ണമൊക്കെ ഈ പിള്ളേരെടുത്ത് കഴിക്കും. ये खाकर जो बाहर रखने वाले प्लेट में हड्डियां हैं ये बच्चे उन्हें लेकर खाते हैं. അപ്പോൾ ആ കർത്തൃദാസൻ പറഞ്ഞ് തനിക്ക് തന്നോട് തന്നെ നിന്ന തോന്നി എന്നാ പറഞ്ഞു. और वो परमेश्वर का दास बोलता है मुझे अपने आप में घृणा हो गया. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിച്ചിട്ട് എന്നാ പറയാ പുറത്ത് കളഞ്ഞ കോഴിയുടെ എല്ലിനെ എടുത്ത് കഴിക്കുന്ന പട്ടിണി എന്ന് പറയുമ്പോൾ അത് എത്ര भुखमरी को जरा सोच कर देखो, जहाँ खाया हुआ आहार के हड्डियां जो फेंके गए हैं उसको लेकर वो खाते हैं. ദൈവം നമ്മളെ എത്ര സമൃദ്ധിയായിട്ട് നടത്തുന്നു. परमेश्वर में कितनी समृद्धि से ले आता है. സമൃദ്ധിയായിട്ട് നടത്തുന്ന ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. समृद्धि में हमें चलाने वाले परमेश्वर को हम धन्यवाद शुक्रगुजार होने हैं. ഇനിയും ക്ഷാമം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. और अकाल बढ़ भी सकता है. ആഗോള താപനം ഈ പ്രാവശ്യം അങ്ങ് കൂടിയേക്കുകയാണ്. और जो सांसारिक रूप से गर्मी है वो बढ़ते ही जा रहा है. കൃഷികൾക്ക് നാശമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. खेत में फसल खराब होते जा रहे हैं. യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ചൂട് കൊണ്ട് ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട്. यूरोपियन राज्य में गर्मी बढ़ने से कई लोग इस बार मरे भी हैं. കൃഷിനാശം വന്നാൽ ഭക്ഷണത്തിന്റെ നാശം ഉണ്ടാകും, फसल ക്ഷാമം में ഉണ്ടാകും. फसल में अगर खराबी हो जाए तो अकाल आ जाएगा. നമുക്ക് മിസ്രയീമിലെ കാര്യം അറിയാമല്ലോ. मिस्र की बातों को हम जानते हैं. അവിടെ പിന്നെ ജോസഫ് സൂക്ഷിച്ചു വെച്ച കഥയൊക്കെ वहां तो നമുക്കറിയാം. यूसुफ ने जो संभाला वो बात भी हम जानते हैं. ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കുന്നുണ്ട്. अभी भी सब राज्य संभालते हैं, പക്ഷേ बटोरते എത്ര हैं. കാലം ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമെന്നൊന്നും लेकिन നമുക്കറിയില്ല. कितना समय तक इसे बटोर कर संभाल पाएंगे हम नहीं जानते. ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായിട്ട് നടപ്പാകും. परमेश्वर की योजना निश्चय ही पूर्ण रीत से होगा. ലൂക്കോസ് 21-ന്റെ 25 വാക്യം വായിച്ചു നോക്കാം. 21 का 25 भी पढ़े. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. सूरज और चांद और तारों का चिन्ह दिखाई देंगे. എന്തിന്റെ ലക്ഷ്യങ്ങളാണ്? किन बातों के लक्ष्य चिन्ह हैं? കർത്താവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷ്യങ്ങൾ. परमेश्वर के आगमन के चिन्ह होंगे. അടുത്ത കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. समुद्र की गरजने और लहरों के कोलाहट से घबराहट लोगों में आ जाएगी. ഇത് കേട്ടിട്ട് നമുക്ക് യാതൊരു പരിഭ്രമവും ഉണ്ടാകേണ്ട കാര്യമില്ല. लेकिन ये सुनकर हमें किसी रीत से घबराने की जरूरत ही नहीं. അല്ല, പരിഭ്രമം ഉണ്ടാകുന്നെങ്കിൽ മടങ്ങി വരവിന് വേണ്ടി നമ്മൾ തയ്യാറല്ല എന്നാണ് അർത്ഥം. या अगर हमें घबराहट हो रही है तो परमेश्वर के दूसरे आगमन के लिए हम तैयार नहीं है अर्थ है. ലോകം പരിഭ്രമിക്കുമ്പോൾ संसार जब घबराता है നമ്മുടെ പ്രത്യാശ വർദ്ധിച്ചു വരട്ടെ. हमारी आशा बढ़ती जानी है. ആ നിത്യതയോട് കുറച്ചുകൂടെ നമ്മുടെ ഹൃദയം അങ്ങോട്ട് അടുത്ത് वो ചെല്ലട്ടെ. अनित्यता की और हमारा हृदय और समीप आ जाए. ഒരു വൃക്ഷം എന്നതുപോലെ നിത്യതയെ നമ്മുടെ ഹൃദയത്തിൽ നട്ടിരിക്കുന്നു എന്ന സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ട്. और नीति वचन में लिखा गया है कि एक पेड़ समान अनंतता को हमारे दिलों में बोया गया है. അതിന്റെ ആശ ഒരു വൃക്ഷം പോലെ നമ്മുടെ അകത്ത് വളർന്നു और വരട്ടെ. उसकी आशा हमारे अंदर एक वृक्ष के समान बढ़ता जाए. 21-25 പ്രകാരം 21 के 25वें कलम के हिसाब से നമ്മുടെ വീണ്ടെടുപ്പ് അടുക്കുന്നു എന്ന് നമ്മൾ ഉറപ്പിച്ചോണം. हमारी उद्धार जो है निकट आ चुका है, उसके लिए हम दृढ़ हो അതിന്റെ जाए. വിശ്വാസവും പ്രത്യാശയും നമ്മുടെ അകത്ത് വർദ്ധിച്ചു വരണം. विश्वास और आशा में बढ़ती जाए. കടലിന്റെ ഓളങ്ങള് സ്തോത്രം, പിന്നെ അതിന്റെ മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ
പരിഭ്രമം എന്നാ പറഞ്ഞിരിക്കുന്നത്. लहरों के कोलाहट से और समुद्र के गरजने से संसार के लोगों में घबराहट आ गई है। ഏതെങ്കിലും ഒന്ന് വന്നാ പോരെ, कोई एक ही आ जाता तो ठीक ना, ഒന്നുകിൽ നിരാശ വന്നാ പോരെ, या तो निराशा आ അല്ലെ जाती പരിഭ്രമം വന്നാ പോരെ. या संकट आ जाती। ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ये വരികയാണെന്നാ. दोनों एक साथ आ रही हैं। അപ്പം അവന്റെ ഹൃദയത്തിലെ ആശ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നു എന്നാണ് उसके അതിനർത്ഥം. हृदय की आशा पूर्ण रीत से नष्ट हो रही है, इसका अर्थ है। ലോകത്തിലെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും സമുദ്രം വിഴുങ്ങുമെന്ന ഭീഷണിയിലാണ് ഇപ്പോഴുള്ളത്. हम तो ऐसे भय में है कि संसार के कई सारे राष्ट्रीय राज्य को समुद्र निगल जाएगी। അതിൽ ചില പ്രധാനപ്പെട്ട പട്ടണങ്ങളെ ഞാൻ പറയാം. उसके कुछ मुख्य प्रधान राज्यों को कहूं, ആംസ്റ്റർഡാം 2 മീറ്റർ താഴെയാണ് നിൽക്കുന്നത്. സമുദ്ര ലെവലിൽ നിന്ന് 2 മീറ്റർ താഴെയാണ് നിൽക്കുന്നത്. एम्स्टरडैम जो है वो समुद्र से 2 मीटर गहराई में खड़ा है। റോട്ടർഡാം 5 മീറ്റർ താഴെയാണ് സമുദ്ര ലെവലിൽ നിന്ന് रोटरडैम जो നിൽക്കുന്നത്. है वो 5 मीटर समुद्र से नीचे है। ബാങ്കോക്ക് 1.5 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു. बैंकॉक तो 1.5 मीटर नीचे है പക്ഷെ വളരെ പെട്ടെന്ന് അത് താണുകൊണ്ടേയിരിക്കുന്നു. और शीघ्रता से वो नीचे होता ही जा रहा है। ഒരു ഉദാഹരണം ഞാൻ പറയാം. एक उदाहरण में कहूं, കോട്ടയം ഭാഗത്ത് തീരപ്രദേശമുണ്ട്. कोटेम जो जगह है उसके नीचे समुद्र का तट है കുമരകം, കവണാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. और इस समान अलग अलग जगह हैं वहां पे। അവിടെ വീടുകൾ പണിയുമ്പോൾ वहां जब घर बनाते हैं 1 മീറ്റർ 1.5 മീറ്റർ പൊക്കിയാണ് ബേസ്മെന്റ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വെക്കുന്നത്. 1 मीटर 1.5 मीटर जितना तो बेसमेंट ग्राउंड से ऊंचाई में रखते हैं। എന്തിനാ അങ്ങനെ വെക്കുന്നതെന്നറിയോ? क्यों ऐसे रखते हैं? ഓരോ വർഷം ചെല്ലുന്തോറും ആ ബേസ്മെന്റ് കീഴോട്ട് കീഴോട്ട് താണുകൊണ്ടിരിക്കുന്നു. साल बीतते बीतते बेसमेंट जो है नीचे की ओर दबता जाता है। അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഒരു 25 വർഷത്തെ കണക്ക് കൂട്ടിയിട്ടാണ് അവർ ബേസ്മെന്റ് പൊക്കി പണിയുന്നത്. और इसलिए कुछ 25 साल का आंकड़ा जोड़कर ही उसके बेसमेंट को ऊंचाई में रखते हैं। അങ്ങനെ താണുതാണ് ചെറിയൊരു മഴ വരുമ്പോഴേ വെള്ളം കയറുന്ന അനേകം വീടുകൾ ഇപ്പോൾ और അവിടെയുണ്ട്. ऐसे नीचे नीचे होकर थोड़ी सी बारिश में पानी घर घुस जाए, ऐसी घरें भी हैं वहाँ। ധാക്ക 4 മീറ്റർ പൊക്കത്തിലാണ് നിൽക്കുന്നത്. ढाका जो है 4 मीटर ऊंचाई में പക്ഷെ है। കനത്ത മഴ പെയ്താൽ അപ്പോൾ തന്നെ വെള്ളം നിറയുകയാണ് लेकिन बारिश ചെയ്യുന്നത്. गिर जाए तो पूरा पानी में हो जाता है। പല പട്ടണങ്ങളും कई नगर ഒരു വർഷം 10 മുതൽ 25 സെന്റിമീറ്റർ വരെ താണുകൊണ്ടിരിക്കുക. एक की साल में 10 से 25 सेंटीमीटर तक दबता जा रहा है। അപ്പോൾ നോക്കിക്കേ, കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭൂമിക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇതെല്ലാം താണുതാണ് എങ്ങോട്ട് പോകും. और जरा ध्यान दीजिए, इस पृथ्वी में और कुछ नहीं हुआ तो कुछ सालों में ये दबता ही जाएगा। അപ്പൊ ഇതെല്ലാം താണു പോകുന്നത് കൊണ്ടാണ് സകല ജാതികൾക്കും അവിടെ പറയുന്ന വാക്ക് കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുന്നു. और इसलिए तो यहाँ लिखा गया है कि समुद्र के गरजने और लहरों के कोलाहट से संसार के लोगों में घबराहट आ गई है। ബാങ്കോക്കിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് बैंकॉक के बारे में शास्त्र कहता है 2030-നും 50-നും ഇടയ്ക്ക് വലിയ ഒരു ഭാഗം കടലിന്റെ അടിയിലായി പോകുമെന്നാ പറയുന്നത്. 2030 और 50 के बीच में उसका एक बड़ा भाग समुद्र में डूब जाएगा। ആ കണക്കിനനുസരിച്ച് അത് പ്രതിവർഷം और उस താണുപോയിക്കൊണ്ടിരിക്കുകയാണ്. गिनती के हिसाब से साल साल ये कम होता जा रहा है। ഇത് ഇങ്ങനെ താണുപോകാന് എന്താണ് കാരണം? ये यूं नीचा होता जाने का कारण क्या है? ദൈവം ഈ ഭൂമിയെ എവിടെയാ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? परमेश्वर ने इस पृथ्वी को कहां स्थिर किया है? എവിടെയാ ഒന്ന് പറയോ? कहो कहां स्थिर किया है? ശൂന്യതയിൽ നിന്നാ. പക്ഷേ വെള്ളത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. शून्यता तो है, लेकिन पानी के ऊपर इसे स्थापित किया गया है। വെള്ളത്തിന്മേൽ ദൈവം ഭൂമിയെ സ്ഥാപിച്ചിരിക്കുന്നു. पानी के ऊपर पृथ्वी को या धरती को परमेश्वर ने स्थापित किया 24-ാം है। സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. 24वें भजन संहिता में लिखा गया है। പിന്നെ മറ്റൊരു സങ്കീർത്തനം 136-ന്റെ 6-ലും അത് വായിക്കുന്നുണ്ട്. 136 के 6 में भी लिखा गया है, മനുഷ്യൻ ഈ വെള്ളം മുഴുവനും പമ്പ് ചെയ്തെടുക്കുകയല്ലേ. मनुष्य ये सारे पानी को पंप कर कर ही तो लेता है। അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. और ये पृथ्वी का अंडरग्राउंड पानी जो है कम होता जा रहा है। മനുഷ്യൻ കുഴൽക്കിണർ കിഴിച്ച് ഇത് മുഴുവനും പമ്പ് ചെയ്യുന്ന അനുസരിച്ച് ഈ ഭൂമി കീഴോട്ട് और പോയിക്കൊണ്ടേയിരിക്കും. पृथ्वी जो जल के ऊपर स्थापित किया है, जैसे जैसे पंप करते जा रहे हैं, ये पृथ्वी नीचे की ओर दबता जा रहा है। കുഴൽക്കിണറിന്റെ എണ്ണം കൂട്ടിയാൽ മതി, വേഗത്തിൽ ഈ ഭൂമിയെ താഴോട്ട് വേണേ പറഞ്ഞു വിടാം. കുഴൽക്കിണറിന്റെ എണ്ണം കൂടിയാൽ മതി. बोरवेल का जो गिनती लगा दो तो ही पता चल जाएगा कि पृथ्वी जो है दबता जाएगा.
അതങ്ങോട്ട് കീഴോട്ട് താണു പോകും. और वो नीचे दबता जाएगा. മനുഷ്യൻ തന്നെ മനുഷ്യന്റെ കുഴി അങ്ങോട്ട് വെട്ടുകയാണ്. मनुष्य स्वयं ही अपना गड्ढा खोद रहा है. എന്നാൽ ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നതാണോ? അതുമല്ല. क्या ये पानी पी सकते हैं? वो भी नहीं. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു, ദൈവത്തിന്റെ വചനം എന്തെല്ലാം കാര്യങ്ങൾ പറയുകയാണ്. कितने सारे बात मनुष्य करता है, परमेश्वर का वचन कितनी बातें कहता है. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ വായിച്ചു प्रकाशित നോക്കാം. बातों से कुछ बातों को हम देखें. 6-ാമത്തെ അധ്യായം 6वां अध्याय निकाले. 6-ാമത്തെ അധ്യായത്തിന്റെ 5, 6, 7 വാക്യമൊക്കെ ഒന്ന് 5, വായിച്ചു. 6 और 7 का कलम पढ़ लें. ക്ഷാമത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് അവിടെ നമ്മൾ കാണുന്നു. अकाल के बारे में एक प्रकाशित बात को यहाँ हम देखते हैं. കറുത്ത കുതിരയെ കണ്ടു. काले घोड़े को देखा गया. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. उसमें जो बैठा है उसके हाथ में एक तराजू भी है. ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്. और एक दिनार में देखो गेहूं है. ഒരു ദിനാറിന് 3 ഇടങ്ങഴിയവം. और एक दिनार में 3 सेर जौ. എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുതെന്ന് പറയുന്ന ശബ്ദവും കേട്ടു. पर तेल और दाखरस की हानि न करना, ये आवाज सुना गया. ഇനി 8-ാമത്തെ വാക്യം നോക്കിയേ. 8वें कलम को भी देखें. അപ്പൊ മനുഷ്യർക്ക് എങ്ങനെയൊക്കെ മരണം സംഭവിക്കും? मनुष्य को किस प्रकार की मृत्यु मिल सकती है? വാളുകൊണ്ട് മരണം സംഭവിക്കും. तलवार से मृत्यु होगी. ക്ഷാമം കൊണ്ട് മരണം സംഭവിക്കും. अकाल से मृत्यु होगी. മഹാവ്യാധി കൊണ്ട് മരണം मरी സംഭവിക്കുന്നു. से भी मृत्यु होगी. കാട്ടുമൃഗങ്ങളെ കൊണ്ടും മരണം സംഭവിക്കുന്നു. पृथ्वी के वन पशुओं के द्वारा भी मृत्यु होगा. ഏറെക്കുറെ ഇതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. बहुतर तो इसमें से आज होता जा रहा है. കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ചാകുന്നത് കേരളത്തിലാണ്. और वन पशुओं से तो सबसे ज्यादा केरल में ही मृत्यु होती है. ബാക്കിയുള്ളതൊന്നും അത്രയും സംഭവിക്കുന്നില്ല. शेष जगहों में इतना नहीं होता होगा. അപ്പൊ ആനയൊക്കെ വീട്ടിൽ കയറി ഗേറ്റ് പൊളിച്ച് പെരക്കകത്തോട്ട് കയറുക. हाथी तो अब गेट को तोड़कर घर के अंदर प्रवेश करते हैं. അപ്പൊ ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ऐसी स्थिति में बातें बढ़ती जा रही हैं. അപ്പൊ അതിനെ സംരക്ഷിക്കാൻ ഇവിടെ നിയമം ഉണ്ടാക്കിയേ और മതിയാവുള്ളൂ. इससे संभालने के लिए नियम यहाँ बनाना ही होगा. അതിനൊരു രാഷ്ട്രീയ നേതാവോ മന്ത്രിയോ ഒക്കെ ഒരു വഴിയായെന്ന് മാത്രം. उसके लिए राष्ट्र नेता मंत्री एक जरिया ही बने हैं. ആരെങ്കിലും ആനയോ കടുവയോ നോക്കി അവനെ പിടിച്ച് ജയിലിലിടും. कोई तो अगर हाथी को या चीते को देख ले तो उसको पकड़कर जेल में डाल देंगे. അതെ, പാമ്പിനെ നോക്കിയാലും മതി, അവനെയും പിടിച്ചകത്തിടും. सांप को देख ले तो भी पकड़कर डाल देंगे. അങ്ങനെ ഇതിങ്ങനെ ചത്തുകൊണ്ടിരിക്കുക. ऐसे मरते जा रहे हैं. മനുഷ്യർക്ക് ജീവിക്കാൻ മേലാത്ത സാഹചര്യം. मनुष्य जी ना सके ऐसी स्थिति എത്ര മോശമെന്ന് ആലോചിച്ച് നോക്കിയേ. कितना ही शर्मनाक है, जरा सोचें. വഴിയെ നടന്നു പോകുന്ന വഴി പന്നി വന്ന് മനുഷ്യനെ കുത്തിയേച്ച് പോവുക. अरे सड़क में चलने वाले को सुअर आकर मारकर मार डालता പിന്നെ है. പട്ടി കടിച്ചു കൊന്നാൽ പോലും ഒരു പ്രശ്നവും ഇല്ലെന്ന്. अरे कुत्ते ने काट कर मार डाला तो भी कोई तकलीफ नहीं है. എത്ര आज പിള്ളേരെ കടിച്ചു കൊല്ലുന്നു. कितने बच्चों को काट देता है. ചിലരൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. कुछ लोग भाग्य में बच जाते हैं. എന്നാലും അതിനെ ഒന്ന് അടിച്ചു പോയെങ്കിൽ സംഭവം പെസക. लेकिन उस कुत्ते को मार दिया तो बात बिगड़ गई. അപ്പൊ പിന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വാക്കുകൾക്ക് മാറ്റം വന്നു പോകില്ലേ? लेकिन क्या इस प्रकाशित बातों में लिखी हुई बातों में बदलाव हो रही है? നമ്മൾ കാണുന്ന ഒരു സംഭവങ്ങളും യാദൃശ്ചികമായ
തൽക്ഷണമായി സംഭവിക്കുന്നതല്ല. हम जो देखने वाली बातें एक भी ऐसा नहीं कि अचानक होती हो, ഇതെല്ലാം ആ സമയത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ബന്ധപ്പെടുന്ന ये കാര്യങ്ങളാണ്. सारी बातें उसी समय के पूर्तिकरण की ओर श्रम लगा रहा है। ഇതെല്ലാം അതിന്റെ അടയാളങ്ങളെന്ന് നമ്മൾ ये തിരിച്ചറിഞ്ഞു. सारी बातें उसकी चिन्ह है, ये बात को परख कर देख लें। പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. बचपन में मैंने एक कहानी सीखी है, കാട്ടിലെ രാജാവ് സിംഹം ഇങ്ങനെ ഇരിക്കുകയാണ്. और जंगल का राजा सिंह बैठा है। അപ്പൊ ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ തന്നെത്താൻ ആഹാരമായിട്ട് കൊണ്ടുപോയി സമർപ്പിക്കുക. एक एक दिन एक एक जो प्राणी है अपने आप को वो सिंह का भोजन के रूप में समर्पण करता है, ഓരോരുത്തരുടെ നറുക്ക് വീഴുമ്പോ സിംഹത്തിന്റെ മുമ്പിൽ ചെല്ലുക. और एक एक का नंबर आता है तो सिंह के आगे आते हैं, സിംഹം അതിനെ ഭക്ഷിക്കുകയാണ്. सिंह उसको खाता है। എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഇനി ഇറങ്ങി വരുന്ന മൃഗങ്ങൾക്ക് നമ്മളെല്ലാരും ആഹാരം കൊടുക്കണമെന്ന് ഇവിടെ നിയമം ഉണ്ടാക്കുമെന്ന് അറിയില്ല. हो सकता है कि आगे नियम हो जाए कि आने वाले जानवरों को हमें ही खाना देना हो। ഇപ്പൊ അതിന്റെ ആൾക്കാർ പറയുന്ന കാട്ടിൽ ആഹാരം ഇല്ലാത്തത് കൊണ്ടാണ് നാട്ടിലോട്ട് വരുന്നതെന്നാ अब तो പറയുന്നത്. कहते हैं जंगल में खाना नहीं इसलिए वो गाँव में आते हैं। അപ്പൊ നാട്ടിലെ കൃഷിയൊക്കെ ആൾക്കാർ നിർത്തും. गांव का खेत का काम फसल रोक देंगे लोग। അപ്പൊ പറയും ഇനി നിങ്ങൾ അതിന് ആഹാരം കൊടുക്കാൻ പറയുക. अब तुम उसे खाना खिलाने कहेंगे। എങ്ങനെയാണെങ്കിലും ഇതെല്ലാം സംഭവിച്ചേ ഒക്കത്തുള്ളൂ. कैसे भी हो ये बातें अब होनी ही हैं। ഇതെല്ലാം കാണുമ്പോ ഉണ്ടല്ലോ നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരുന്നു എന്ന് നമ്മൾ ये सारी बातें देखे तो हमें समझना होगा कि प्रभु हमारे निकट आ रहा है। എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിട്ട് നമ്മൾ ജീവിച്ചു പോകണം. कितना ही पवित्र भक्ति के साथ हमें जीना होगा। എത്രത്തോളം ദൈവത്തെ സ്നേഹിച്ച് നമ്മൾ ജീവിക്കേണ്ടവരാണ്. कितना ज्यादा परमेश्वर से प्रेम रखकर हमें जीना होगा। പിന്നെ അടുത്ത കാര്യം പറയുന്ന ആകാശത്തിൽ അടയാളങ്ങളും ഭയങ്കര കാഴ്ചകളും ഉണ്ടാകുമെന്നാ उसके പറയുന്നത്. बाद लिखा गया है कि आकाश में बड़े भयानक बातें होंगी। 21:11-26 വായിച്ചു നോക്കിക്കേ. ലൂക്കോസ് लूका 21 में आ जाए, അതിന്റെ 11 വാക്യം 26 11 और 26 पढ़े। വലിയ ഭൂകമ്പവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഉണ്ടാകും ഭയങ്കര കാഴ്ചകളും ഭയങ്കര കാഴ്ചകള്. भयंकर बातें होंगी। 26 ആകാശത്തിന്റെ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ആ ആകാശത്തിന്റെ ശക്തി ഇളകി പോകുന്നതിനാൽ ആ ഭൂലോകത്തിൽ എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കി പാർത്തുമുണ്ടാകും മനുഷ്യർ നിർജീവന്മാരാകും. और बड़े बड़े भूकंप होंगे और जगह जगह पर आकाल और महामारियां पड़ेंगी और आकाश से भयंकर बातें और बड़े बड़े चिन्ह प्रकट होंगे। भय के कारण और संसार में आने वाली घटनाओं की बात देखते देखते लोगों के जीवन जीना रहेगा, क्योंकि आकाश की शक्तियां हिलाई जाएंगी। ഭൂമിക്കൊരു ചെറിയ അനക്കം വരുമ്പോ നമ്മളെല്ലാവരും പരിഭ്രമിക്കുക. पृथ्वी में जरा से हलचल हो जाए तो हम सब डर जाते हैं। അങ്ങനെയാണെങ്കിൽ ആകാശത്തിന് ഇളക്കം വന്നാൽ എന്ത് ചെയ്യും? ऐसा है तो यदि आकाश में भयंकर बातें हो जाएंगी तो हम क्या करेंगे? മഹാലക്ഷ്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. भयंकर बातें होंगी और चिन्ह होंगे लिखा गया है। അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം उसमें सबसे प्रधान बात, സൂര്യനിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടെന്ന് പറയുന്ന ശാസ്ത്രം. सूर्य में जो है आंधी की लहरें होती है, इस समान लिखा है। ജിയോ മാഗ്നറ്റിക് സ്റ്റോംസ് എന്നാണ് പറയുന്നത്. जियोमैग्नेटिक्स बातें हैं, അത് ശക്തിപ്പെട്ടാൽ वो अगर उसमें ज्यादा शक्ति आ जाए മുഴുവൻ സാറ്റലൈറ്റ് സംവിധാനങ്ങളും തകരാറിലായി പോകുവാൻ സാധ്യതകൾ ഏറെയാണെന്നാണ്. सारे सैटेलाइट्स नाश हो जाएंगे, ऐसी शंकाएं बढ़ जाती हैं। ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം തകർന്നു പോകും. इंटरनेट के सारी सुविधाएं बंद हो जाएंगी। ആശയവിനിമയങ്ങളെല്ലാം തടസ്സപ്പെട്ടു. ആശയവിനിമയങ്ങൾ सारी जो बातें हैं वो सारे टूट जाएंगे। ഇപ്പൊ ശാസ്ത്രലോകം ഇതിനെല്ലാം മുന്നറിയിപ്പ് और തരുന്നു. इसके लिए जो शास्त्र है सारी बातें पूर्व ही बता देते हैं। ആകാശത്തിൽ ഒരുപാട് അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. आकाश में कई सारे चिन्हों को हम देखते हैं। സൂര്യന്റെ ഗതിക്കൊരു വ്യത്യാസം വന്നാൽ എല്ലാം തകർന്നു പോകും. सूर्य की गति में ही जरा सा फेरफार हो जाए तो सब बिखर जाएंगे। സൂര്യനകത്ത് ഹീലിയം കത്തുന്നത് കൊണ്ടാണ് ഈ വെട്ടവും ചൂടും ഒക്കെ നമുക്ക് सूरज के കിട്ടുന്നത്. अंदर हीलियम जलता है, इसलिए तो हमें प्रकाश और ज्योति मिलता है। അത് തീർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് वो ശാസ്ത്രം खत्म होने പറയുന്നുണ്ട്. का भी संभावना है, शास्त्र पढ़ाता है। അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് इसलिए परमेश्वर का वचन हमें कहता है സൂര്യൻ
ഇരുണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കറുത്തുപോകുമെന്ന്. सूर्य धुंधला जाएगा, अंधेरा हो जाएगा लिखा है. സൂര്യൻ കറുത്തുപോയാൽ ചന്ദ്രൻ രക്തവർണ്ണമായി തീരുമെന്നും सूर्य अगर പറയുന്നുണ്ട്. अंधेरे में हो जाए तो चंद्र जो है लहू जैसा हो जाएगा. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് അനേകം ചെറിയ ഗ്രഹങ്ങളുടെ കഷ്ണങ്ങൾ പാഞ്ഞു വരുന്നുണ്ട്. और पृथ्वी के जो घूमने वाली जगहों में कई सारे प्लैनेट्स के टुकड़े आते हैं. അത് നമ്മുടെ ഈ ഭാഗത്തേക്ക് വരാതെ അവിടെ തന്നെ കത്തിച്ചാരമായിട്ട് പോകുക हमारे इस ചെയ്യുന്നത്. भाग में आने से पहले ये जल कर राख हो जाते हैं. പെരുങ്കാറ്റിൽ അത്തിയുടെ പഴം വീഴുന്നത് പോലെ, और जैसे बड़े आंधी में जो अंजीर के फल गिरते हैं वैसे ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങളെ കൊടഞ്ഞിടുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. आकाश में से तारा मंडलों को बिखर कर डाल दिया जाएगा, परमेश्वर का वचन कहता है. അങ്ങോട്ട് വിട്ട ഒരു ഉപഗ്രഹം ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയുള്ളവർക്ക് ഭയങ്കര ആദിയാ. यहाँ से भेजा गया एक सैटेलाइट अगर वापस आ जाए तो हम सब डर जाते हैं. മനുഷ്യവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ സമുദ്രത്തിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് ചാടിക്കുന്നത്. मनुष्य जो रहते हैं उसमें से हटाकर कहीं तो समुद्र में जाकर उसे धकेल देते हैं. മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ ഗ്രഹങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും? मनुष्य ना संभाल सके, नियंत्रण ना सके, ऐसे छोटे छोटे ग्रह अगर हमारी ओर आ जाए तो क्या करेंगे? അതിനെ ഓർത്ത് മനുഷ്യൻ ഇന്ന് ഭയപ്പെടുകയാണ്. उसे याद करके मनुष्य आज भयभीत होता है. സൂര്യൻ വെളിച്ചം കൊടുക്കാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചാൽ മതി. सूर्य अगर प्रकाश ना दे तो हमारी स्थिति क्या होगी, सोच लें. അതിനൊരവസ്ഥ നമുക്ക് തമ്പുരാൻ വെച്ചിട്ടുണ്ട്. उसकी एक स्थिति परमेश्वर ने हमारे लिए भी रखा है. അന്ന് സൂര്യന്റെ പ്രകാശം ആവശ്യമില്ല, उस दिन सूर्य के प्रकाश की जरूरत नहीं, ചന്ദ്രന്റെ പ്രകാശത്തിന്റെയും चांद का ആവശ്യമില്ല. प्रकाश की भी जरूरत नहीं. കുഞ്ഞാട് തന്നെ Amen. അവരുടെ വെളുക്കായിരിക്കും. मेमना स्वयं ही हमारे लिए एक ज्योति या प्रकाश रहेगा. മലാക്കി പ്രവചനത്തിൽ ഒരു കാര്യം मलाक की പറയുന്നുണ്ട്. भविष्यता में लिखा गया है, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുമെന്ന് धर्म രേഖപ്പെടുത്തിയിട്ടുണ്ട്. का सूरज जो है हमारे लिए प्रकाश में होगा, लिखा गया അവർ है. കുഞ്ഞാടിന്റെ വെളിച്ചത്തിൽ നടക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ और പറഞ്ഞിട്ടുണ്ട്. प्रकाशित बातों में लिखा है कि मेमने के प्रकाश में वो चलेंगे. സൂര്യൻ ഇരുണ്ടു പോകട്ടെ, सूर्य अंधेरा हो जाए, ചന്ദ്രൻ രക്തവർണ്ണമായി തീരട്ടെ, चांद जो है लहू समान हो जाए, ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധിയും വരട്ടെ, भूकंप या अकाल सकेती आ जाए, ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും അടയാളങ്ങളും ഇവിടെ ഉണ്ടാകട്ടെ. आकाश में महालक्ष्य और चिन्ह हो जाए. നമുക്കായി പുതിയ ഒരു ആകാശവും പുതിയ ഭൂമിയും തമ്പുരാൻ हमारे സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. लिए परमेश्वर एक नया पृथ्वी, नया आकाश रच रहा है. അതിന്റെ സമയത്ത് അത് ഇവിടെ വെളിപ്പെടും. उसके समय में वो यहाँ प्रकट भी हो जाएगा. കുഞ്ഞാടിനോട് കൂടെ നമ്മൾ ജീവിക്കും. मेमने के साथ हम भी जिएंगे. ജീവജലത്തിന്റെ ഉറവിലേക്ക് അവൻ നമ്മളെ നടത്തിക്കൊണ്ടുപോകും. जीवन के जल के श्रोत्र की ओर हमें चलाता जाएगा. കഴിക്കുവാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തരും. खाने के लिए जीवन का वृक्ष में से फल देगा. നമ്മുടെ കർത്താവിന് നമുക്കൊന്ന് സ്തോത്രം हमारे ചെയ്യാം. परमेश्वर के हम धन्यवाद कर पाए. സംഭവിപ്പാനുള്ളത് ഒഴിഞ്ഞു പോകേണ്ടതിന് ഉണർന്നും ജാഗരിച്ചും നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ. घटने वाली बातें टल जाए इसके लिए तुम जागरूक रहो और प्रार्थना करते रहो. അവസാനം കണക്ക് തീർക്കുവാൻ ദൈവപുത്രന്റെ മുൻപാകെ अंत നിൽക്കേണ്ടതാകുന്നു. में लेखा जोखा देने के लिए परमेश्वर के पुत्र के सामने में खड़े रहना നമ്മുടെ है. കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് हमारे ഒരുങ്ങാം. परमेश्वर के आगमन के लिए तैयार हो ഈ जाएं. വചനങ്ങളാൽ കർത്താവ് നമ്മെ इन वचनों से അനുഗ്രഹിക്കട്ടെ. परमेश्वर में अनुग्रहित करें.